നമസ്കാരം. അമൃതകൈരളി വിദ്യാഭവൻ ശ്രദ്ധ FM റേഡിയോയുടെ ശ്രോതാക്കൾക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വയലാർ രാമവർമ്മ എന്ന മഹാപ്രതിഭയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ശ്രദ്ധ FM റേഡിയോ സ്റ്റേഷനിലെ കൂട്ടുകാരൊരുക്കിയ ഒരു ഓർമ്മക്കുറിപ്പ്. നദികളിൽ സുന്ദരി യമുന യമുന യമുന. സാഹിത്യ സമുദ്രത്തിന്റെ വൈവിധ്യവും മനോഹാരിതയും വായനക്കാർക്കും ആസ്വാദകർക്കും അമൃതെന്ന പോലെ പകർന്നു നൽകിയ അനേകം കവികളെയും എഴുത്തുകാരെയും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. ഈ സാഹിത്യകാരന്മാരിൽ ചിലർ മുൻതൂക്കം നൽകിയത് ഭക്തിക്കാണ്, മറ്റു ചിലർ വാഴ്ത്തിയത് പ്രകൃതിയെയും സാഹിത്യസാഗരത്തിൻ്റെ ആഴങ്ങളെയുമാണ്. എന്നാൽ തൻ്റെ രചനകളിലെ ക്രാന്തദർശിത്വം കൊണ്ടും മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ താളുകളെയും തൻ്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചു എന്നതുകൊണ്ടും മലയാള സാഹിത്യത്തിന് മറ്റൊരു ഇന്ദ്രജാലം സമ്മാനിച്ച കവി കുലപതിയായ വയലാർ രാമവർമ്മ നമുക്ക് മുന്നിൽ അനശ്വരനാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. കാലത്തിൻ്റെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിട്ടും തിളക്കവും വിളക്കവും കാവ്യഭംഗിയും ഒട്ടും മങ്ങാത്ത കവിതകളുടെ നാഥൻ. കാൽപ്പനികതയിലൂടെ സഞ്ചരിച്ചെങ്കിലും റിയലിസത്തിൻ്റെ വക്താവായാണ് വയലാർ എന്നും നിലകൊണ്ടത്. കവിതകൾ കൊണ്ട് സാധാരണക്കാരെയും തൻ്റെ ഗാനങ്ങൾ കൊണ്ട് മലയാള സിനിമാ ശാഖയെയും സമ്പന്നമാക്കിയ മഹാപ്രതിഭയാണ് അദ്ദേഹം. ഭക്തി, പ്രണയം, വിരഹം എന്നിങ്ങനെ ഏത് വികാരത്തെയും തൻ്റെ കവിതകളിലൂടെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാലത്തിനു മുന്നേ സഞ്ചരിച്ച സാഹിത്യശക്തി തന്നെയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ സാഹിത്യത്തെയും ശാസ്ത്രത്തെയും ബന്ധിപ്പിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്ത്രീയുടെ മോചനം ആർത്ഥിക സമത്വത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാനാകൂ എന്ന് വ്യക്തമാക്കുന്ന വയലാർ കവിതയാണ് ആയിഷ. യാത്രക്കാര പോകുക പോകുക ജീവിത യാത്രക്കാര, ജീവിത യാത്രക്കാര. മൃണാളിനി മൃണാളിനി മിഴിതളിൽ നിൻമിഴിതളിൽ മധുര സ്വപ്നമോ മൗന പരാഗമോ സുരസിന്ധുവോ ബാഷ്പഹിമബിന്ദുവോ മൃണാളിനി. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനപ്രീതി നേടിയ കവികളിൽ ഒരാൾ. രചനാ സൗകുമാര്യം കൊണ്ടും വികാര വിചാര നിയന്ത്രണത്തിൻ്റെ അനുരൂപനം കൊണ്ടും ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ മഹാനുഭാവൻ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഉണ്ടായ ജനപ്രിയ കവികളിൽ അഗ്രഗണ്യൻ. നൂറുകണക്കിന് കവിതകളിലൂടെയും ആയിരക്കണക്കിന് നാടക സിനിമാ ഗാനങ്ങളിലൂടെയും മലയാളക്കരയിൽ ആഴ്ന്നിറങ്ങിയ നാമം. അതാണ് വയലാർ രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് മലയാളികളോട് ഉദ്ഘോഷിച്ച കവിപ്രമുഖൻ. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സ് ദേവാലയ തുല്യമാകണം
എന്ന ധ്വനി നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. തൂലികയിലൂടെ ജീവിതത്തെ സ്വർഗതുല്യമാക്കിയ മഹാപ്രതിഭ. ഓരോ ഗാനങ്ങളും ഓരോ കാലമാണ്, ഓർമ്മകളാണ്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നാഗ്രഹിച്ച അതുല്യ പ്രതിഭ. സ്വപ്നം നൽകിയ പീലികൾ കൊണ്ട് ശില്പം തീർത്ത മഹാകവി. അങ്ങേക്ക് അമൃതകേരിലെ വിദ്യാഭവന്റെ പ്രണാമം. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല.